പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പി. കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പാലക്കാട് നഗരസഭ ഇത് മൂന്നാം തവണയാണ് ബി.ജെ.പി. ഭരണത്തിന് കീഴിലേക്ക് വരുന്നത്. ഈ ടൈമിലും ബി.ജെ.പിയുടെ തുടർഭരണം പൂർണ്ണമായി ഉറപ്പാണെന്ന് മുൻ നഗരസഭാ വൈസ് ചെയർമാൻ ഇ. കൃഷ്ണദാസ് വ്യക്തമാക്കി. പാലക്കാട് മുനിസിപ്പൽ കൗൺസിലിലെ 44-ാം വാർഡ് പട്ടിക്കരയിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇ. കൃഷ്ണദാസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പാലക്കാട് നഗരസഭയോട് ചേർന്നുള്ള ടൗൺ ഹാൾ അനക്സിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത്. 53 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ മുൻ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, മുതിർന്ന ബി.ജെ.പി. നേതാക്കളും കൗൺസിലർമാരുമൊക്കെ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. മൂന്നാമതും നഗരസഭ ബി.ജെ.പി. തന്നെ ഭരിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിലറും മുൻ നഗരസഭാ വൈസ് ചെയർമാനുമായ ഇ. കൃഷ്ണദാസ് പറഞ്ഞു. 100% മൂന്നാമതും അധികാരത്തിൽ വരും. ഭാരതീയ ജനതാ പാർട്ടി ഹാട്രിക്ക് തികയ്ക്കുമെന്ന് നമ്മൾ മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു നഗരസഭയിൽ മൂന്നാമത് ഭരണത്തിൽ വരാൻ പോവുകയാണ് അല്പദിവസത്തിനകം. ഇന്ത്യ സഖ്യം ഒരുമിച്ചാലും പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പിയെ ഒന്നും ചെയ്യാനാവില്ല എന്ന് മുതിർന്ന ബി.ജെ.പി. നേതാവും 40 വർഷം നഗരസഭാ കൗൺസിലറുമായിരുന്ന എൻ. ശിവരാജനും അഭിപ്രായപ്പെട്ടു. ഇന്ത്യ സഖ്യമല്ല, കിണ്ടി സഖ്യം എല്ലാം ഒന്നായിക്കോട്ടെ. അടുത്ത 2030 ഇതേ ദിവസം വരെ ബി.ജെ.പി. ഭരിക്കും. ഇന്ത്യ സഖ്യമല്ല, കിണ്ടി സഖ്യമല്ല, ആര് വന്നാലും നമുക്ക് കാണാം. എല്ലാവരും ബി.ജെ.പി. തന്നെ ഭരിക്കും. ഇതിനെ തകർക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധ്യമല്ല. ബി.ജെ.പി. കൗൺസിലർമാർ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഈശ്വരനാമത്തിലല്ലാതെ ദൃഢപ്രതിജ്ഞയാണ് LDF കൗൺസിലർമാർ ചെയ്തത്. ജനം, പാലക്കാട്.